രണ്ടാം പദം 5 ആകത്തക്ക വിധം ചില സമാന്തര ശ്രേണികൾ ഉണ്ടാക്കണം. പൊതുവ്യത്യാസം ഏതുമാവാം. എങ്ങനെ ഉണ്ടാക്കും? പൊതുവ്യത്യാസം 1 ആയാലോ? ശ്രേണി 4, 5, 6 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. പൊതുവ്യത്യാസം 2 ആയാലോ? ശ്രേണി 3, 5, 7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. ഇനി പൊതുവ്യത്യാസം 1/2 ആയാലോ? ശ്രേണി 4, 5, 5.5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. പൊതുവ്യത്യാസം √2 ആയാലോ? ശ്രേണി 5 - √2, 5, 5 + √2 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയായിരിക്കുമല്ലോ. ഈ ശ്രേണികളിലെല്ലാം ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുക കണ്ടു നോക്കാം. ഒന്നാമത്തെ ശ്രേണിയിൽ ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുക 10 ആണല്ലോ. രണ്ടാമത്തേതിലോ? അതും 10 തന്നെയല്ലേ. മൂന്നാമത്തെയും നാലാമത്തെയും ശ്രേണികളിലും ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുക 10 തന്നെയാണെന്ന് കാണാം. ഈ തുക നടുവിലത്തെ സംഖ്യയായ 5ന്റെ ഇരട്ടിയുമാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത്? രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചതാണ് ആദ്യ പദം. രണ്ടാം പദത്തോട് പൊതുവ്യത്യാസം കൂട്ടിയതാണ് മൂന്നാം പദം. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ കൂട്ടുക എന്നത് ഫലത്തിൽ 2 രണ്ടാം പദങ്ങൾ കൂട്ടുന്നതിന് തുല്യമാണല്ലോ. തുടർച്ചയായ ഏത് 3 പദങ്ങൾ എടുത്താലും ആദ്യ പദം നടുവിലെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചതും അവസാന പദം നടുവിലത്തെ പദത്തോട് പൊതുവ്യത്യാസം കൂട്ടിയതുമായിരിക്കുമല്ലോ. അതിനാൽ ഈ പ്രത്യേകത ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ ഏത് 3 പദങ്ങൾക്കും ശരിയായിരിക്കുമല്ലോ. ഇനി ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 5 പദങ്ങൾ എടുത്താലോ? നടുവിലത്തെ പദത്തോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ തൊട്ടടുത്ത പദം കിട്ടും. വീണ്ടും പൊതുവ്യത്യാസം കൂട്ടിയാൽ തുടർച്ചയായ 5 പദങ്ങളിലെ അവസാന പദവും കിട്ടും. അപ്പോൾ അവസാന പദം നടുവിലത്തെ പദത്തോട് 2 പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കുമല്ലോ. നടുവിലെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ തൊട്ടു പിന്നിലുള്ള പദം കിട്ടുമല്ലോ. അതിൽ നിന്ന് വീണ്ടും പൊതുവ്യത്യാസം കുറച്ചാലോ? തുടർച്ചയായ 5 പദങ്ങളിലെ ആദ്യ പദം കിട്ടുമല്ലോ. അതായത് ആദ്യ പദം നടുവിലെ പദത്തിൽ നിന്നും 2 പൊതുവ്യത്യാസം കുറച്ചതാണല്ലോ. അതിനാൽ ആദ്യ പദത്തിന്റെയും അവസാന പദത്തിന്റെയും തുക നടുവിലെ പദത്തിന്റെ 2 മടങ്ങായിരിക്കുമല്ലോ. ഇതുപോലെ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 7 പദങ്ങൾ, 9 പദങ്ങൾ എന്നിങ്ങനെ എടുത്ത് ആദ്യ പദത്തിന്റെയും അവസാന പദത്തിന്റെയും തുകയും നടുവിലെ പദവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തൂ. പൊതുവായി പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദത്തിന്റെ പിന്നിലും മുന്നിലും ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക നടുവിലെ പദത്തിന്റെ 2 മടങ്ങാണ്.